ചിത്രം ദംഗലിലൂടെ പ്രശസ്തയായ നടിയാണ് ഫാത്തിമ സെന ഷെയ്ഖ്. ദംഗൽ ഷൂട്ടിംഗ് വേളയിൽ തനിക്ക് അപസ്മാര രോഗമുണ്ടായിരുന്നെന്ന് നേരത്തെ നടി വെളിപ്പെടുത്തിയിരുന്നു. രോഗം കാരണം പലപ്പോഴും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നതായി ഫാത്തിമ സെന വ്യക്തമാക്കിയിരുന്നു. തനിക്ക് ബുളീമിയ എന്ന ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നതായാണ് ഇപ്പോൾ താരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. റിയ ചക്രവർത്തിയുമൊത്തുള്ള പോഡ്കാസ്റ്റ് ചാപ്റ്റർ 2-ലാണ് ഫാത്തിമ സെനയുടെ വെളിപ്പെടുത്തൽ. 2 വർഷമായി താൻ ബുളീമിയയുമായി മല്ലിട്ടിരുന്നു. ദംഗൽ ഷൂട്ടിങ്ങിനായി ശരീരഭാരം വർദ്ധിപ്പിച്ചതിനു ശേഷമാണ് തനിക്ക് ഈ അവസ്ഥ വന്നതെന്നുമാണ് താരം പറയുന്നത്. ശരീരവുമായി എനിക്കൊരു ലവ് ഹേറ്റ് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഇമേജിനെ ഞാൻ പ്രണയിച്ചു. എന്നാൽ ഭക്ഷണത്തോടെ എനിക്കുണ്ടായിരുന്നതൊരു ടോക്സിക് ബന്ധമായിരുന്നു. ദംഗലിനായി ഭാരം കൂട്ടേണ്ടതായി വന്നു. അതിനായി 3 മണിക്കൂറിലധികം പരിശീലനം നടത്തി. ശരീരഭാരം വർദ്ധിപ്പിക്കാൻ എനിക്ക് എല്ലാ ദിവസവും 2500 മുതൽ 3000 കലോറി വരെ കഴിക്കേണ്ടി വന്നു. സിനിമ അവസാനിപ്പിച്ചപ്പോൾ ഞാൻ അത്ര പരിശീലനം നടത്തിയിരുന്നില്ല. പക്ഷെ കലോറി അതുപോലെ ഉണ്ടായി. എപ്പോഴും ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കും. എപ്പോഴും വിശപ്പാണ്. ഭക്ഷണം എൻ്റെ ഒരു കംഫർട്ട് തിങ് ആയി മാറി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നും. 2 മണിക്കൂർ ഭക്ഷണം കഴിച്ചാൽ പിന്നെ പട്ടിണി കിടക്കും. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ടായി. ദംഗലിലെ സഹതാരമായിരുന്ന സാന്യ മൽഹോത്രയാണ് തന്റെ അനാരോഗ്യ ഭക്ഷണശീലത്തെപ്പറ്റി ചൂണ്ടിക്കാണിച്ചു തന്നത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് നാണക്കേട് തോന്നി. ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് മനസ്സിലായി. ഈ ശീലം തന്റെ മാനസികാരോഗ്യത്തെ കൂടി ബാധിക്കുന്നതായി മനസ്സിലാക്കിയെന്നും ഫാത്തിമ പറയുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ ഈറ്റിംഗ് ഡിസോർഡറാണ് ബുളീമിയ നെർവോസ. ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നത് മൂലം ഭാരവും കൂടും. പിന്നാലെ തടി കുറക്കണമെന്ന തോന്നലിലാവും. ഭക്ഷണം കഴിച്ച ഉടനെ മനഃപൂർവ്വം ഛർദ്ദിക്കുക, പട്ടിണി കിടക്കുക, അമിതമായി വ്യായാമം ചെയ്യുക തുടങ്ങിയ ശീലങ്ങളെല്ലാം ഈ രോഗാവസ്ഥയുടെ ഭാഗമായി ഉണ്ടാകും. ബുളീമിയ ബാധിച്ച ആളുകൾ പലപ്പോഴും അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ മാനസികമായി തളരും. നാണക്കേടും കുറ്റബോധവും കാരണം രഹസ്യമായി ഭക്ഷണം കഴിക്കും. എന്നാൽ അമിതമായി ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്വന്തം ശരീരത്തെക്കുറിച്ച് ആകുലപ്പെടുക, വൈകാരികമായി തളരുക, ആത്മാഭിമാനം നഷ്ടപ്പെടുക തുടങ്ങിയ മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും. അസാധാരണമാം വിധം വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് ബുളീമിയയുടെ പ്രധാന ലക്ഷണം. നിർത്തണമെന്ന് കരുതിയാലും അതിന് സാധിക്കാതെ വരികയോ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നതും ഇതിന്റെ ലക്ഷണമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അമിതമായി വ്യായാമം ചെയ്യുക, പട്ടിണി കിടക്കുക, വീണ്ടും ഭക്ഷണം കഴിക്കുക എന്നത് തുടർന്ന് പോവുകയും ചെയ്യും. ജനിതക, മാനസിക, സാമൂഹിക ഘടകങ്ങളും ബുളീമിയയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഭക്ഷണക്രമം, സമ്മർദ്ദം, രൂപഭംഗി സംബന്ധിച്ച സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവ അപകട സാധ്യത വർദ്ധിപ്പിക്കും. തന്റെ ശരീരത്തെക്കുറിച്ചും അമിതവണ്ണത്തെക്കുറിച്ചും ആകുലപ്പെടുന്നവരോ അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ചരിത്രമുള്ളവരിലോ ഈ രോഗാവസ്ഥ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. ബുളീമിയ കൃത്യമായി കണ്ടെത്തി ചികിത്സ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ, പല്ലുകൾക്കും മോണകൾക്കും കേടുപാടുകൾ, ആസിഡ് റിഫ്ലക്സ്, മലബന്ധം തുടങ്ങിയ ദഹനനാള പ്രശ്നങ്ങൾ, വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യാ ചിന്തകൾ ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തെറാപ്പിയിലൂടെയും പോഷകാഹാര കൗൺസിലിങ്ങിലൂടെയും ചിലപ്പോൾ മരുന്നുകൾ കൊണ്ടും ബുളീമിയ ഭേദമാക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നു. നേരത്തെ രോഗാവസ്ഥ കണ്ടെത്തുന്നത് വഴി ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ കഴിയും.